Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ് കറന്റ് ലോയെ കുറിച്ചാണ്. എന്താണ് കിർച്ചോഫ് കറന്റ് ലോ? കിർച്ചോഫ് കറന്റ് ലോ നമുക്ക് എങ്ങനെ ഒരു നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാം, ആ നെറ്റ്വർക്കിൽ അൺനോൺ പാരാമീറ്റേഴ്സ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കിർച്ചോഫ് കറന്റ് ലോ വളരെ സിമ്പിൾ ആണ്. കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ഒരു നോഡിലോട്ട് വരുന്ന ടോട്ടൽ കറന്റ്സിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറന്റ്സിന്റെ സം എടുത്തു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് 0 തന്നെയായിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു നോഡിലോട്ട് വരുന്ന ഇൻകമിംഗ് കറന്റ്സിന്റെ സം എത്രയാണോ അത് തന്നെയായിരിക്കും ആ പെർട്ടിക്കുലർ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറന്റ്സിന്റെ സം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൽ 5 ബ്രാഞ്ചസ് ഉണ്ട്, 1 2 3 4 5. ആ 5 ബ്രാഞ്ചസും ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. അതിന് നമുക്കൊരു നോഡെന്ന് വിളിക്കാം. കിർച്ചോഫ് കറന്റ് ലോ പറഞ്ഞിരിക്കുന്നത് ആ നോഡിലോട്ട് വരുന്ന കറന്റ്സിന്റെ സം 0 ആയിരിക്കണം. അതേപോലെ ആ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ടോട്ടൽ കറന്റ്സിന്റെ സം എടുത്തു കഴിഞ്ഞാലും റിസൾട്ട് 0 ആയിരിക്കണം. അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ നോഡിലോട്ട് വരുന്ന കറന്റ്സിന്റെ സം എത്രയാണോ സെയിം സം തന്നെയായിരിക്കണം പുറത്തോട്ട് പോകുന്ന കറന്റ്സിന്റെ സം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ കറന്റ് കമ്മിങ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ നോഡ്. ആ നോഡിലോട്ട് വരുന്ന കറന്റുകൾ ഒരെണ്ണം I1 ആണ്. I1ന്റെ ആരോ ടുവേർഡ്സ് ദ നോഡ് ആണ്, നോഡിനകത്തോട്ടാണ് I1 വരുന്നത്. I1 പ്ലസ് I2 നിങ്ങൾ നോക്കിയേ, I2 ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പുറത്തോട്ടാണ് അല്ലേ. സോ നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച് നമുക്ക് പറയാം I2 ലീവിംഗ് ആണെങ്കിൽ -I2 ആയിരിക്കും ആ നോഡിലോട്ട് വരുന്ന കറണ്ട്. സോ കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ഒരു നോഡിലോട്ട് വരുന്ന കറണ്ടിന്റെ സമ്മാണ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ I2 ലീവിംഗ് ആണ്, സോ -I2 ആയിരിക്കും ആ നോഡിലോട്ട് വരുന്നുണ്ടാവുക. സോ I1 പ്ലസ് -I2 because -I2 is the current entering to that node. I3 നിങ്ങൾ നോക്കിയേ, അത് I3 current coming into that particular node തന്നെയാണ് I3. I4ഉം ഇൻകമിങ് കറണ്ട് തന്നെയാണ്. സോ പ്ലസ് I4. I5 കാണിച്ചിരിക്കുന്നത് ലീവിംഗ് ആണ് അല്ലേ. സോ -I5 will be the incoming current to that particular node. So I should add -5. So plus -I5 equal to 0. So this will be I1 minus I2 plus I3 plus I4 minus I5 equal to 0. So this is approach number 1. വേറെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ഒരു നോഡിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ടോട്ടൽ കറന്റ്സ് അത് സം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 0 ആയിരിക്കണം. സോ I1 ഈ നോഡിനകത്തോട്ടാണ്. സോ -I1 will be the leaving current. So I am taking the sum of all leaving current. So -I1 is a leaving current. Plus I2 in the figure is already a leaving current. പുറത്തോട്ടാണ് I2ന്റെ ആരോ കാണിച്ചിരിക്കുന്നത്. I3 incoming ആണ്. So -I3 will be the leaving current. So -I3 will be the leaving current. -I3 ഞാൻ ആഡ് ചെയ്യണം. -I3. I4 incoming ആണ്. So -I4 is the leaving current. -I4 is the leaving current. So I should add -I4. So plus -I4. And I5 is already a leaving current. So plus I5 equal to. So this will be -I1 plus I2 minus I3 minus I4 plus I5 equal to 0. Equation number 1 and 2 are exactly same. If you are multiplying equation number with a minus sign both sides, you will get equation number 2. രണ്ട് ഇക്വേഷനും എക്സാക്ട്ലി സെയിം തന്നെയാണ്. തേർഡ് കേസിൽ തേർഡ് വെറൈറ്റിയിൽ കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ടോട്ടൽ ഇൻകമിംഗ് കറണ്ടിന്റെ സം എത്രയാണോ അത് തന്നെയായിരിക്കും ടോട്ടൽ ലീവിംഗ് കറണ്ടിന്റെ സം. അപ്പോൾ നമുക്കിവിടെ ഇൻകമിംഗ് കറണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകമിംഗ് കറണ്ട്സ് I1 ഇൻകമിംഗ് ആണ്. സോ I1 ഈസ് ഇൻകമിംഗ് കറണ്ട്. സോ സം ഓഫ് ഇൻകമിംഗ് കറണ്ട്സ് I1. ദെൻ I3 ഈസ് ദ അനദർ ഇൻകമിംഗ് കറണ്ട്. സോ പ്ലസ് I3. I4 is also another incoming current, so plus I4. Sum of that incoming current should be equal to the sum of total leaving currents. Leaving currents ഏതൊക്കെയാണ്? I2 leaving ആണ് അല്ലേ. I5 എന്താണ്? Leaving ആണ്. So I2 plus I5.
So if you are rearranging this, I1 minus I2 plus I3 plus I4 minus I5 equal to 0. And that is our equation number 1. അപ്പോൾ ഈ 3 ഇക്വേഷൻസും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ട് കാണുന്ന സമയത്ത് ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലെറ്റ് us get into the second example. ഇവിടെ സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ I1 തന്നിട്ടുണ്ട് -1 ആംപിയർ ആണ്, I2 -2 ആംപിയർ ആണ്, I3 -3 ആംപിയർ ആണ്, I4 -4 ആംപിയർ ആണ്. ആൻഡ് യു ഷുഡ് ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് I5. ഇതാണ് നമ്മളുടെ നോഡ്. ആ പെർട്ടിക്കുലർ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ I1 to I4 നോൺ വാല്യൂസ് ആണ്, I5 അൺനോൺ ആണ്. I5 നമുക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഐ എം റൈറ്റിംഗ് മൈ Kirchhoff current law at this particular node. So I am taking sum of the incoming currents equal to 0. I1 incoming ആണ്, right? Minus I2 incoming ആണ്, I3 incoming ആണ്, I4 incoming ആണ്, I5 leaving ആണ്, I5 equal to 0. Substituting the values, I1 is -1, I2 is -2, I3 is -3, I4 is -4, I5 is the unknown current. That should be equal to 0. So this will be -1 plus 2 minus 3 minus 4 minus I5 equal to 0. That implies I5 is equal to -1 minus 4 minus 8 plus 2 minus 6 ampere. Second method follow cheyanengil total incoming current should be same as total leaving current. Incoming currents I1 plus I3 plus I4 ആണ്. These are the incoming currents. That should be equal to the sum of leaving currents. Leaving currents ഏതൊക്കെയാണ്? Leaving currents I2 and I5. I2 plus I5. Substituting the values, I1 -1 ampere, I3 -3 ampere, I4 -4 ampere. That should be equal to I2 -2 ampere plus I5. That implies I5 equal to -8 plus 2, that's equal to -6 amperes, same as this. Or if you are taking the sum of leaving currents equal to 0, leaving currents are -I1 plus I2 minus I3 minus I4 plus I5 equal to 0, implies minus of -1 plus 1, minus 2, minus of -3 plus 3, minus of -4 plus 4, plus I5 equal to 0. So 4 plus 3 7, minus 2 5, lies I5 equal to -6. Same figure. Let us mark my currents. So this is -1, this is +2, this is -3, this is +5. I should identify the value of I4. So I can take any equations out of 3 equations. I am equating total incoming currents should be same as total leaving currents. So total incoming currents are I1 plus I3 plus I4. This sum should be equal to sum of total leaving currents. Leaving currents are I2 and I5. So I2 plus I5. Substituting the values, I1 is -1, I3 is -3, I4 is the unknown current, and that sum should be equal to I2 is 2 amperes, I5 is 5 amperes. So keeping I4 the left hand side,
7 plus 3 plus 1. So I4 equal to 11 amperes. Let us take another example. It's a simple problem. This is my node. The total incoming currents are 2 plus I plus 1. So 2 plus 1 plus I, that sum should be equal to 0. Implies 3 plus I equal to 0. Implies I should be equal to minus 3. I have 5 branches again. I should find the unknown current I. So I have 3 currents. They are incoming. So total incoming currents are 2 plus 3 plus 6. That should be equal to total leaving currents. They are 12 plus I. So 6 plus 3, 9 plus 2, 11 minus 12 equals I. So I is equal to minus 1 amp. I have a node here and I should find the unknown current I0. I have 2 incoming currents and 2 leaving currents. So total incoming current should be same as total leaving current. So my incoming currents are 2 and 4. That should be equal to total leaving currents 10 plus I0. So 6 minus 10 will give me I0. So I0 will be minus 4 amp. I have 1, 2, 3, 4 nodes here. If I am applying Kirchhoff current law at node A, I can easily find the unknown current. So I am equating all leaving currents to 0 because all currents are leaving. That is easy for me. So 1 plus 3 ampere is I3 leaving, plus I2 is also leaving that node A. That sum should be equal to 0. Implies I2 equal to minus 4 ampere. So this I2 is minus 4. If I am applying Kirchhoff current law at node B, I have this current equal to minus 4 ampere. But I4 and I5 are unknowns. I will have one equation but with 2 unknowns, I4 and I5, and I cannot find I4 and I5. Similarly, if I am at node C, I have 1 ampere incoming current here, but the incoming current I4 is unknown. The leaving current I6 is also unknown. So I cannot find I4 or I6. At node D, the incoming current I3 is 3 amperes. This I5 is unknown. This I6 is also unknown. So I cannot find the variables I5 and I6 using a single equation. Any one of the values are given. Let us say I5 is given as 5 amperes and I2 we got it as minus 4 ampere. I can easily find my I4. So I4 will be equal to, I am taking sum of leaving currents. I5 is leaving at this node, plus I4 is also leaving, and that sum should be equal to the current entering that particular node, that is I2. I5 is given as 5 ampere, I4 is my unknown, equal to I2 is given as minus 4 ampere. That implies once I4 is evaluated as minus 9 amperes, I can concentrate on this particular node. I can easily find the value of I6. At that particular node, I4 and I1 are incoming currents. So I1 plus I4, both are incoming. That should be equal to the leaving current I6. I1 is 1 ampere. I4 is minus 9 ampere. That should be equal to I6. Implies I6 equal to minus 8 amperes. And that result is also valid at this point. I6 I got it as minus 8 amperes. I3 it is given as 3 amperes. I5 is given as 5 amperes. So the total incoming currents this particular node is
5 plus 3 plus minus 8. 5 plus 3 is 8, minus 8 will be 0. Here I have an arbitrary circuit. With respect to node X, I have incoming currents I1 and I2, and I3 is the leaving current. We should find the value of leaving current I3. Or I have two incoming currents I1 and I2. So I will write I1 plus I2. I3 is leaving, so that should be equal to the leaving current I3. I1 is 3a cos omega t plus I2 is 6a. So 3a plus 6a will get 9a cos omega t. That's equal to my I. Next example. ഇതിൽ എനിക്ക് unknown current I ഉണ്ട്. കറണ്ട് സോഴ്സിൻ്റെ വാല്യൂയാണ്. കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിൽ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എത്രയാണോ ആ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഈ സർക്യൂട്ടിലെ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ I ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ I കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഈ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ആംപിയർ ഇവിടെ ലീവിംഗ് ആണ്, I ആംപിയർ ഇൻകമ്മിങ് ആണ്, 1 ആംപിയർ ഇൻകമ്മിങ് ആണ്. പക്ഷെ അവിടെ ഒരു ഫോർത്ത് ബ്രാഞ്ച് ഉണ്ട്. ഈ കറണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഒരു വോൾട്ടേജ് സോഴ്സിലെ പോസിറ്റീവ് ടെർമിനലിൽ വന്ന് കയറുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ട് തന്നെയായിരിക്കും നെഗറ്റീവ് പോളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടാവുക. ആ നെഗറ്റീവ് പോളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കറണ്ട് സെയിം കറണ്ട് തന്നെയാണ്. എത്രയാണ്? 1 ആംപിയർ ആണ് അല്ലേ? അതാണ് കറണ്ട് സോഴ്സിൻ്റെ പ്രോപ്പർട്ടി. കറണ്ട് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ആയിരിക്കും. കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ 1 ആംപിയർ ആണ്. സോ 1 ആംപിയർ ആണ് ഇവിടെ ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് പോളിൽ നിന്ന്. പോസിറ്റീവ് പോളിലോട്ട് വരുന്നത് എത്ര തന്നെയായിരിക്കും? 1 ആംപിയർ തന്നെയായിരിക്കും. ഒരു വോൾട്ടേജ് സോഴ്സിൽ എത്ര കറണ്ട് നെഗറ്റീവ് ലീവ് ചെയ്യുന്നോ അത്രയും പോസിറ്റീവിൽ വരണം. ഒരു വോൾട്ടേജ് സോഴ്സിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് എത്രയാണോ പുറത്തോട്ട് പോകുന്നത് അത്രയും കറണ്ട് തന്നെ നെഗറ്റീവ് ടെർമിനലിനകത്തോട്ട് കയറിയും വരണം. അപ്പം നമ്മൾ ആ നോഡിൽ KCL അപ്ലൈ ചെയ്യുമ്പം ടോട്ടൽ ഇൻകമിംഗ് കറൻസ് 1 ആംപിയർ പ്ലസ് I ആംപിയർ ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ലീവിംഗ് കറൻസ്. ഏതൊക്കെയാണ് ലീവിംഗ് കറൻസ്? 1 ആംപിയർ സോഴ്സിനകത്തോട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സിനകത്തോട്ട്, പ്ലസ് കറണ്ട് സോഴ്സ് വഴി 3 ആംപിയർ ഉണ്ട്. റൈറ്റ്. സോ ദിസ് 1 ആൻഡ് ദിസ് 1 വിൽ ക്യാൻസൽ. സോ I ഈക്വൽ ടു 3 ആംപിയർ. ഈ സർക്യൂട്ടിൽ 4 വോൾട്ട് സോഴ്സ് സപ്ലൈ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. 4 വോൾട്ട് സോഴ്സിന് പുറത്തോട്ട് വരുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെഗറ്റീവ് സൈഡിൽ എൻ്റർ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചാലും മതി. കാരണം എന്താ? രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കറണ്ട് 6 ആംപിയർ ആണെന്നറിയാം. ഇതൊരു കറണ്ട് സോഴ്സാണ്. സെയിം കറണ്ട് തന്നെയായിരിക്കും ഇവിടെയും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഈ ബ്രാഞ്ചിൽ വരുന്ന കറണ്ട് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോഡിൽ KCL അപ്ലൈ ചെയ്താൽ മതിയാവും. ആ നോഡിൽ നമുക്ക് 2 ലീവിംഗ് കറണ്ട് ഉണ്ട്. ഈ കറണ്ട് ഞാൻ ഇൻകമ്മിങ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഇൻകമ്മിങ് കറണ്ട് ഞാൻ അതിനെ IX എന്ന് വിളിക്കുന്നു. IX. ടോട്ടൽ ഇൻകമ്മിങ് കറൻസ് 7 ആംപിയർ ഉണ്ട്. റൈറ്റ്. പിന്നെ IX ആംപിയർ ഉണ്ട്. 7 ആംപിയർ plus IX ampere, and that should be equal to total leaving current. They are 9 plus 8. So IX equal to 17 minus 7 equal to 10 ampere ആയിരിക്കും. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. IX 10 ആംപിയർ ആണ്. 5 വോൾട്ട് സോഴ്സ് പുറത്തോട്ട് കൊടുക്കുന്ന കറണ്ട് 10 ആംപിയേഴ്സ് ആണ്. അപ്പം നെഗറ്റീവ് ടെർമിനലിൽ വന്ന് കയറുന്ന കറണ്ട് എത്രയായിരിക്കും? 10 ആംപിയർ തന്നെയായിരിക്കും. പ്രോപ്പർട്ടി ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. അപ്പം നമുക്ക് ഈ I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ നോഡിൽ ഞാൻ കിർച്ചോഫ് കറന്റ് ലോ എഴുതുന്നു. 6 ആംപിയർ ലീവിംഗ് ആണ്, പിന്നെ 10 ആംപിയറും ലീവിംഗ് ആണ്. Iയും എന്താണ്? ലീവിംഗ് ആണ് അല്ലേ? സോ സം ഓഫ് ടോട്ടൽ ലീവിംഗ് കറന്റ് ഷുഡ് ബി ഈക്വൽ ടു, ആ പർട്ടിക്കുലർ നോഡിൽ എനിക്ക് 3 കറൻസ് ഉണ്ട്. ആ 3 കറൻസും ലീവിംഗ് ആണ്.
So 10 plus 6 plus I equal to 0. That implies I equal to minus 16. And this current will be minus 16 amperes in this direction. Minus 16 amperes in this direction. Next example. ഈ സർക്യൂട്ടിൽ നമുക്ക് I1ന്റെ വാല്യൂം I2ന്റെ വാല്യൂം ഇവാലുവേറ്റ് ചെയ്യണം. അൺനോൺ കറന്റ്സ്. എനിക്കിവിടെ 1, 2, 3 നോഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു അൺനോൺ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 2 നോഡ്സ് സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഈ നോഡാണ് അല്ലേ. അപ്പോൾ എനിക്ക് I1 ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ആ ബ്രാഞ്ച് കറണ്ട് അൺനോൺ ആണ്. ഐ എം കോളിംഗ് ഇറ്റ് ആസ് നോഡ് എ. സിമിലർലി ഇത് നോഡ് ബി ആണ്. അവിടെ എനിക്ക് ഈസി ആയിട്ട് KCL അപ്ലൈ ചെയ്യാം. I2 അൺനോൺ ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം നോഡ് എയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അറ്റ് നോഡ് എ. നോഡ് എയിൽ എനിക്ക് 2 ലീവിങ് കറൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ലീവിങ് കറൻറ്റ്സ്? -6 ലീവിങ് ആണ്, -8ഉം ലീവിങ് ആണ്. സോ സം ഓഫ് ലീവിങ് കറൻറ്റ്സ് ഏതൊക്കെയാണ്? ലീവിങ് കറൻറ്റ്സ് -6 പ്ലസ് -8 രണ്ടും ലീവിങ് കറൻറ്റ്സ് ആണ്. That should be equal to the incoming current. ഏതാ incoming current? I1 ആണ്. So I1 equal to -14 ampere. So I1 ഞാൻ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു, -14 ampere. Similarly at node B എനിക്ക് 2 ഇൻകമിംഗ് കറൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? I2 ഇൻകമിംഗ് ആണ് അല്ലേ, പ്ലസ് -6ഉം ഇൻകമിംഗ് കറന്റ് ആണ്. സോ സം ഓഫ് ടോട്ടൽ ഇൻകമിംഗ് കറൻറ്റ്സ് I2 പ്ലസ് -6. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ലീവിംഗ് കറന്റ് 4 ampere. സോ ദാറ്റ് ഇംപ്ലൈസ് I2 ഈക്വൽ ടു 6 പ്ലസ് 4 10 ampere. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നോഡിൽ KCL വാലിഡ് ആയിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലെറ്റ് us ചെക്ക് ദാറ്റ് ഓൾസോ. ടോട്ടൽ ഇൻകമിംഗ് കറൻറ്റ്സ് ഒരെണ്ണം -8 ഉണ്ട്. Right, another incoming current to that node plus 4 ആണ്. Right, ബാക്കി 2 കറണ്ടും ലീവിംഗ് കറൻറ്റ്സ് ആണ്, I1 and I2. So that should be equal to I1ന്റെ വാല്യൂ എത്രയാണ്? -14 ആണ്, പ്ലസ് I2ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. So -4 equals -4. So that is satisfied. Here we should calculate the values of I1 and I2. Current source in the property നമുക്കറിയാം. കറണ്ട് സോഴ്സ് ഏത് ബ്രാഞ്ചിൽ വെച്ചാലും ആ ബ്രാഞ്ച് കറണ്ട് എന്തായിരിക്കും? കറണ്ട് സോഴ്സിന്റെ വാല്യൂ തന്നെയായിരിക്കും. അത് 2 മില്ലി ആംപിയേഴ്സ് ആണ്. 2 മില്ലി ആംപിയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 multiplied by 10⁻³ ആംപിയേഴ്സ് ആണ്, നിങ്ങൾക്കറിയാം. Then I1 is the current flowing into the voltage source ആണ് I1, and I2 is the current flowing through this branch. I2 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആസ് പെർ ഓംസ് ലോ വോൾട്ടേജ് അക്രോസ് 5 കിലോ ഓം റെസിസ്റ്റൻസ് 1 വോൾട്ട് ആണ് അല്ലേ. സോ ഓംസ് ലോ പറയുന്നത് എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ എനി റെസിസ്റ്റൻസ്, ഇവിടെ അത് I2 ആംപിയേഴ്സ് ആണ്, ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. സോ I2 ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. അത് എത്രയാണ്? ഇവിടെ 1 വോൾട്ട് ആണ് അല്ലേ. 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 5 കിലോ ഓംസ് ആണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5 കിലോ ഓംസ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 1000 ഗ്രാംസ് ആണ് 1 കിലോഗ്രാം. സിമിലർലി 1000 ഓംസ് ആണ് 1 കിലോ ഓം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/5 മൾട്ടിപ്ലൈഡ് ബൈ 10⁻³ ന്യൂമറലോട്ട് പോകുമ്പോൾ 10⁻³ ആയിട്ട് മാറും. 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 10/5 by 10 0.2 ആണ്. 10⁻³ എന്ന് പറഞ്ഞാൽ 0.2 മില്ലി ആംപിയർ ആണ്. സോ I2 ഈസ് 0.2 മില്ലി ആംപിയർ. അപ്പോൾ I2 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് I1 മാത്രമാണ് ഇപ്പോൾ അൺനോൺ. സോ ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് 2 മില്ലി ആംപിയേഴ്സ് ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ സം ഓഫ് ടോട്ടൽ ലീവിംഗ് കറണ്ട്. ഏതൊക്കെയാണ്? അത് I1 പ്ലസ് I2 ആണ്. I2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. I1 പ്ലസ് 0.2
milliamperes ആണ്. That implies the value of I1 should be 2 minus 0.2, that is 1.8 milliamperes. നമുക്ക് I1 value കണ്ടുപിടിക്കണം. Should find the value of I1. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. നോഡ് എ ആയിരിക്കും ഐഡിയൽ പോയിന്റ്, ബിക്കോസ് ആ നോഡിൽ വരുന്ന രണ്ട് കറണ്ട്സ് നോൺ ആണ്. തേർഡ് കറണ്ട് ആണ് I1, അത് അൺനോൺ ആണ്. ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. ആ നോഡിൽ എനിക്ക് രണ്ട് ലീവിംഗ് കറണ്ട്സ് ഉണ്ട്, 1 and 6. സോ ലീവിംഗ് കറണ്ട്സിന്റെ സം ഷുഡ് ബി ഈക്വൽ ടു ദ ഇൻകമിംഗ് കറണ്ട്. ഇൻകമിംഗ് കറണ്ട് എന്താണ്? I1 ആണ്. That implies I1 equal to 6 plus 1 is 7 amperes. I2 കണ്ടുപിടിക്കാൻ നമുക്ക് നോഡ് ബി ആയിരിക്കും. നോഡ് ബിയിൽ എനിക്ക് രണ്ട് ലീവിംഗ് കറണ്ട്സ് ആണ്, I2 and 7 ampere. So leaving currents are I2 and 7 ampere. That should be equal to total incoming current. ഒരു കറണ്ടാണ് ഇൻകമിംഗ് കറണ്ട് ആയിട്ടുള്ളത്, 6 ampere. So I2 equal to 6 minus 7 equal to minus 1 ampere. I2 equal to minus 1 ampere. I1 evaluate ചെയ്തു 7 amperes, I2 minus 1 ampere. I3 എനിക്ക് സി നോഡിൽ KCL അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെ എനിക്ക് രണ്ട് ലീവിംഗ് കറണ്ട്സ് ആണുള്ളത്. ഒന്ന് unknown current I3 at node C and 2 ampere, and ഒരു ഇൻകമിംഗ് കറണ്ട് ഉള്ളൂ 7 ampere ആണ്. So I3 equal to 7 minus 2, 5 amperes. So this I3 is 5 amperes. ഈ നോഡിൽ KCL വാലിഡ് ആയിരിക്കണം. ആ നോഡിലോട്ട് 5 ampere ഇൻകമിംഗ് ഉണ്ട്, -1 ampere ഇൻകമിംഗ് ഉണ്ട്. അതിന് രണ്ടിൻ്റെ സം 4 ampere ആയിരിക്കും. അത് തന്നെയാണ് ലീവിംഗ് കറണ്ട്. ഇവിടെ നമുക്ക് കിർച്ചോഫ് കറന്റ് ലോ വയലേറ്റ് ചെയ്യുന്ന കുറച്ച് സർക്യൂട്ട്സ് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എങ്ങനെയാണ് വയലേഷൻ വരുന്നെന്നുള്ളത്. ഈ നോഡ് എടുക്കുകയാണെങ്കിൽ കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ആ ബ്രാഞ്ചിൽ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എത്രയാണോ അത്രയും കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ 1 ampere ആണ്. ഈ നോഡിലോട്ട് ഈ ഡയറക്ഷനിൽ വരുന്ന കറണ്ട് 2 ampere ആണ്. രണ്ട് കറണ്ട് സോഴ്സ് മുകളിലോട്ടാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് കറണ്ട് സോഴ്സ് മുകളിലോട്ട് കറണ്ട് സപ്ലൈ ചെയ്യും, 1 ampere 2 ampere. നമ്മൾ ഈ പർട്ടിക്കുലർ നോഡിൽ കിർച്ചോഫ് കറന്റ് ലോ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകമിംഗ് കറണ്ട്സ് 1 plus 2 ആണ്. കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ ഇൻകമിംഗ് കറണ്ട്സിന്റെ സം എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് 0 ആയിരിക്കണം. ദാറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഹിയർ. 1 plus 2 is 3, നോട്ട് ഈക്വൽ ടു 0. സോ ഈ സർക്യൂട്ട് കിർച്ചോഫ് കറന്റ് ലോ വയലേറ്റ് ചെയ്യും. രണ്ടാമത്തെ സർക്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിമിലർ ടു ദിസ്, ഈ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പം ദിസ് ബ്രാഞ്ച് സപ്ലൈസ് 1 ampere, ഇതും മുകളിലോട്ട് 2 ampere, ഇതും മുകളിലോട്ട് ഈ ബ്രാഞ്ചിൽ 3 ampere. സോ ടോട്ടൽ ഇൻകമിംഗ് കറൻസ് 1 plus 2 plus 3 ആണ്. 1 plus 2 plus 3 ആസ് പെർ KCL അതെന്തായിരിക്കണം? സം 0 ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ സെക്കൻഡ് സർക്യൂട്ട് ഓൾസോ വയലേറ്റ്സ് കിർച്ചോഫ് കറന്റ് ലോ. തേർഡ് സർക്യൂട്ടിൽ അഗെയിൻ നമ്മൾ ഏതെങ്കിലും ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഈ നോഡിൽ ഇൻകമിംഗ് കറണ്ട് 1 ampere ആണ്. ഈ നോഡിൽ ലീവിംഗ് കറണ്ട് 2 ampere ആണ്. 2 ampere കറണ്ട് സോഴ്സ് റൈറ്റിലോട്ടാണ് ആരോ. സോ 2 ampere റൈറ്റിലോട്ട് ഫ്ലോ ചെയ്യും ആ നോഡിൽ നിന്ന്. 1 ampere കറണ്ട് സോഴ്സ് ടുവേർഡ്സ് അപ്പാണ്. സോ മുകളിലോട്ട് 1 ampere ഉണ്ടാവും. അപ്പോൾ ഈ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പം ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു 1 ampere ആണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ലീവിംഗ് കറണ്ട്, അത് 2 ampere ആണ്. അത് ഈക്വൽ അല്ല, ദാറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സോ ദാറ്റ് വയലേറ്റ്സ് കിർച്ചോഫ് കറന്റ് ലോ. സെയിം കേസ് തന്നെയായിരിക്കും ഈ നോഡ് എടുത്താലും. ഇൻകമിംഗ് കറണ്ട് 2 ആണ്, ലീവിംഗ് കറണ്ട് 3 ആണ്. ഇൻകമിംഗ് കറണ്ടും ലീവിംഗ് കറണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഓൾ ദീസ് 3 സർക്യൂട്ട്സ് വയലേറ്റ്സ് കിർച്ചോഫ് കറന്റ് ലോ. അങ്ങനെ വയലേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, കേടായി പോവും, അത് ഫങ്ഷൻ ചെയ്യില്ല. സോ ഒരു സർക്യൂട്ട് പോലും കിർച്ചോഫ് കറന്റ് ലോ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല, അത് കേടായിട്ട് പോവും, ഡാമേജ് ആയിട്ട് പോവും, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. കിർച്ചോഫ് കറന്റ് ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസിൻ്റെ ബേസിലാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും വാലിഡ് ആണ്, ചാർജ് കൺസർവേഷൻ. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ചാർജ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സർക്യൂട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല, അത് കേടായിട്ട്